എന്നാൽ ഇപ്പോൾ നമ്മൾ ഹമ്പിൾ ബിഗിനിങ് ആണ്. അത് ചെറിയൊരു രീതിയിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇത് 1995 നമ്മൾ വിഭാവനം ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു തുറമുഖം റിയാലിറ്റിയിൽ അല്ലെങ്കിൽ ചെയ്തെടുക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കാത്ത ഒരവസരത്തിലാണ് നമ്മൾ അതിൻ്റെ ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കിയത് മുന്നോട്ട് പോയതും. ഇത് തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു ലെവൽ ഓഫ് ട്രാഫിക് ഇപ്പം വന്ന് കണ്ട ആ ഒരു ട്രെൻഡ് വച്ചിട്ട് തീർച്ചയായിട്ടും ഈ ട്രാഫിക് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുകയും അത് നമ്മുടെ ബർത്തിൻ്റെ എക്സ്പാൻഷനും അല്ലെങ്കിൽ ഈ പോർട്ട് അടുത്ത ഘട്ടങ്ങളിലോട്ട് വികസിക്കുന്നതോടുകൂടി തീർച്ചയായിട്ടും ഒരു സിംഗപ്പൂരിൻ്റെ ലക്ഷ്യം സിംഗപ്പൂർ തുറമുഖം പോലെ ഉള്ള ചരക്ക് കൈകാര്യം ചെയ്യാനുള്ള ലക്ഷ്യം വെച്ച് നീങ്ങാൻ സാധിക്കും എന്നാണ് എനിക്ക് വിശ്വാസമുണ്ട്. ഓക്കെ, 3 പതിറ്റാണ്ട് കാലം വിഴിഞ്ഞത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നേരിട്ട് അറിഞ്ഞൊരു വ്യക്തി കൂടിയാണ് സാർ. അപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? അസാധ്യമാണെന്ന് കരുതിയ ഇന്നലകൾ ഇന്ന് സാധ്യമായി തീർന്നിരിക്കുകയാണ്. കാരണം ഇത് 1995 മുമ്പേ ഒരു 1992-93 സമയങ്ങളിൽ ഇതിൻ്റെ ചർച്ചകൾ ആരംഭിക്കുകയും അന്ന് ഇവിടെ പ്രധാനമായും ഇതിൻ്റെ ലൊക്കേഷണൽ അഡ്വാൻറ്റേജസ് കണ്ടിട്ടാണ് വിഴിഞ്ഞത്തൊരു ആഴക്കടൽ തുറമുഖം നിർമ്മിക്കേണ്ടത് അനിവാര്യമാണെന്ന് തോന്നുകയും അതനുസരിച്ചിട്ടുള്ള ചർച്ചകളാണ് ആരംഭിച്ചത്. അന്ന് ഒരു ട്രാൻസ്ഷിപ്മെൻ്റ് എന്നുള്ളൊരു ആശയം മനസ്സിൽ ഉദിച്ചിരുന്നില്ല. 94-95 നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ ചർച്ചകൾ വന്നതും മന്ത്രിതലത്തിലും ഒഫീഷ്യൽ ബോർഡ് ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുമൊക്കെ ചർച്ച നടന്ന് 95 റിപ്പോർട്ട് ഞങ്ങൾ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൽ അന്ന് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി സമർപ്പിക്കുകയുണ്ടായത് സർക്കാരിന്. അതിൽ തന്നെ ഇതുപോലെയുള്ളൊരു വലിയ തുറമുഖമായിട്ട് നിർമ്മിക്കുക എന്നുള്ള രീതിയിലായിരുന്നു ഒരു പ്രപ്പോസ് ചെയ്ത ഒരു പ്ലാനും അതിനുള്ള ഡീറ്റെയിൽസും എല്ലാം. ഏകദേശം അതേപോലത്തെ തന്നെയാണ് ലേ ഔട്ടും എല്ലാം ഇപ്പോഴത്തെ തുറമുഖം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അന്ന് ഈ 95 വിഭാവനം ചെയ്ത അല്ലെങ്കിൽ ഒരു പ്ലാൻ ചെയ്ത ലേ ഔട്ട് വെച്ച് ഒരിക്കലും നമ്മൾ ഇങ്ങനൊരു തുറമുഖം നിർമ്മിക്കാമെന്നുള്ളൊരു സ്വപ്നം കണ്ടിരുന്നതേ ഉള്ളൂ. എന്നാൽ അതിന് ഒരുപാട് കടമ്പകൾ കടന്നാണ് ഇന്നിപ്പോൾ ഈ നിലയിൽ എത്തിയിരിക്കുന്നത്.